അതായത് ഒരു വീക്കായിട്ടുള്ള ആളുകളാണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരുന്നത് എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ഉള്ളത്. ശരിക്കും ഒരു ട്രോമ ഹീൽ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അതിന്റെ ടൈമും അല്ലെങ്കിൽ ഓരോ ആളുകളുടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്സും ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ ഡിഫറെന്റ് പീപ്പിൾ നമുക്ക് ഡിഫറെന്റ് എനർജി തരുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങോട്ട് ഓടി ഒളിച്ചാലും നമ്മൾ ഇത് ഫേസ് ചെയ്യണം. കാരണം വേൾഡ് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഉറങ്ങണോ? കിടന്നൊന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള മൂവി കാണുക, ഒരു പാട്ട് കേൾക്കണോ കേൾക്കുക. ഈ ഓടി ഓടി പോയിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അറ്റ് ലാസ്റ്റ് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ ഒരു 6 അടി മണ്ണേ ഉള്ളൂ. സോ ഹ്യൂമൻ ബീങ്സ് എന്ന് വെച്ചാൽ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഏതൊരു വ്യക്തിയും ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിൽ അവന് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടല്ല എനിക്ക് ആ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസം വരേണ്ടത്. അത് കിട്ടുന്നതിന് മുന്നേ ഞാൻ ആ റിലേഷൻഷിപ്പിന് അർഹയാന്നുള്ളൊരു ബോധ്യം എനിക്ക് ആദ്യം ഉണ്ടാവണം. നമസ്കാരം. ഇന്ന് മൈൽ സ്റ്റോൺ ബിലീഫ്സിൽ നമ്മോടൊപ്പം ഉള്ളത് വളരെയധികം പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. സർട്ടിഫൈഡ് കോച്ച്, ഓത്തർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ നിജ ബന്നി. മാം, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു ദർശന. മാം, പെട്ടെന്ന് ചോദിക്കട്ടെ, പണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ചിന്താഗതി, അതായത് ഈ സൈക്കോളജിസ്റ്റിലേക്ക് പോകുന്ന ആൾക്കാർ ഇത്തിരി വട്ടുള്ള ആൾക്കാരാണ്, ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അത് ഒരുപാട് മാറിയോ? ആ ചിന്താഗതി മാറിയോ? പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് സ്റ്റിഗ്മ എപ്പോഴും നിൽക്കുന്നുണ്ട്. അതായത് ഒരു വീക്കായിട്ടുള്ള ആളുകളാണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരുന്നത് എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ ഹീൽ ചെയ്യണം എന്നുള്ള ഒരു കറേജ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ വരാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഒരു പ്രോബ്ലത്തിന് പുറത്തേക്ക് പറയുക, അത് എൻ്റെ ഒരു വീക്ക്നെസ് കൊണ്ടാണ് എനിക്കൊരു പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് പൊതുവെ ആളുകളുടെ ഒരു ചിന്താഗതി. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇപ്പം നമുക്ക് പറയാം, ഒരു ആക്സിഡന്റ് പറ്റി, നമ്മുടെ കൈയൊന്ന് ഒടിഞ്ഞു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടാവും, ചിലപ്പോൾ ചെറിയൊരു ചതവ് ഉണ്ടാവുള്ളൂ. അപ്പൊ ചതവ് ഉണ്ടെങ്കിൽ കുറച്ച് നാളുകൊണ്ടെങ്കിൽ ശരിയാവും. പക്ഷെ ഫ്രാക്ചർ ആണെങ്കിലോ കൂടുതൽ ടൈം എടുക്കും. പിന്നെ നമ്മളത് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തില്ലെങ്കിലോ അതിന്റെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആയി പോകും. പക്ഷെ നമ്മുടെ ലൈഫിൽ, ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സ്ട്രെസ്സസ് ചിലത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചിലത് നമുക്ക് ശരിക്കും ഒരു ഹീലിംഗ് നീഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ മെന്റൽ സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് തന്നെ, ഞാൻ പറയും, നല്ല ധൈര്യമുള്ള ആളുകളാണ് അങ്ങനെ മുന്നോട്ട് വരുള്ളൂ എന്നുള്ളത്. പക്ഷെ കമ്പയർ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് പണ്ടത്തെ അത്ര സ്റ്റിഗ്മ ഇല്ല, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പ്രോഗ്രസീവ് തിങ്കിങ് ആയിട്ടുണ്ട്. പക്ഷെ വൺ തിങ് ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, അവരവരുടെ കണ്ടീഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഐ മീൻ, ഇപ്പൊ പറയാണ്, നമുക്കിപ്പം ഒരു ആൻസൈറ്റി, അതൊരു നോർമൽ ഫീലിംഗ് ആണ്. നോർമൽ ഫീലിംഗ് എന്ന് വെച്ചാൽ അതിന്റെ നോർമൽ വേർഷനും ഉണ്ട്, ഇച്ചിരി കൂടിയ വേർഷനും ഉണ്ട്. ഇപ്പം ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ആൻഷ്യസ് ആവാം. പക്ഷെ ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അങ്ങനെ സെൽഫ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൂടുതൽ ആളുകൾ ഇപ്പൊ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈവൻ ഒരു ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ്. അപ്പം ഈ വേർഡ്സ് എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ സെൽഫ് അനാലിസിസും കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഗുണമുണ്ട്, ദോഷവും ഉണ്ട്. അപ്പൊ ഈ അവയർനെസ് കൊണ്ട് കൂടുതൽ ഞാൻ ഇന്ന കണ്ടീഷനിലാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയും കൂടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മേ ബി അവർ ആ ഒരു കണ്ടീഷനിലുള്ളവരായിരിക്കണം എന്നില്ല. അവർക്ക് ചെറിയൊരു ഇപ്പൊ പറഞ്ഞ പോലെ മെന്ററിങ്ങോ അല്ലെങ്കിൽ ചെറിയ തെറാപ്പീസ് ഒക്കെ ആയിരിക്കും ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകളും ഉണ്ട് ഈ കൂട്ടത്തില്. അപ്പൊ അതാണ് ഞാൻ ഈ അവയർനെസ് കൊണ്ട് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ വരുന്ന ആളുകളും ഉണ്ട്, ആക്ഷൻ എടുക്കുന്ന ആളുകളും ഉണ്ട്. അതൊരു മിക്സ് ആണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. മാം, ഹീലിംഗിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഒരു ട്രോമ ഹീൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിക്കുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ, ഇപ്പൊ ചെറിയ കുട്ടികളെ പോലും റേപ്പ് ചെയ്യപ്പെടുന്നു ഒക്കെ. അപ്പം ശരിക്കും ഒരു ട്രോമയിൽ നിന്ന് ഹീൽ ആവാൻ പറ്റുമോ? അത് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അതിൻ്റെ ടൈമും അല്ലെങ്കിൽ ഓരോ ആളുകളുടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് പെട്ടെന്ന് ഹീൽ ആവാൻ സാധിക്കും, ചില ആളുകൾക്ക് കുറച്ചധികം ടൈം എടുക്കും. ചിലപ്പോൾ ഇയേഴ്സ് എടുക്കുന്നവരുണ്ടാവും, ചിലർക്ക് മന്ത്സ് ഉണ്ടാവും, ചിലർക്ക് വീക്സ് ഉണ്ടാവും. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ആ വ്യക്തി എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. മേ ബി നമ്മളെല്ലാം ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിരിക്കുകയാണല്ലോ. അത് ഈവൻ നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ട് അതിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നിട്ടുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് വരിക. ആൻഡ് മെയിൻലി നമ്മുടെ വാല്യൂ സിസ്റ്റം,
അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. കാരണം ഓരോ ആളുകളുടെ ഇന്നർ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈവൻ ഹീലിംഗിൽ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം. പക്ഷെ ഹീലിംഗ് പോസിബിൾ ആണെന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെ ട്രോമാസ്, അല്ല ട്രോമ എന്ന് പറയാൻ പാടില്ല, കുട്ടിക്കാലത്തെ ഓരോ എക്സ്പീരിയൻസസ്, അതാണോ നമ്മുടെ ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കുന്നത്? അത് എത്രമാത്രം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടാവും? ഇപ്പൊ നമുക്കൊരു ഡേ ടു ഡേ ലൈഫിൽ നമുക്കൊരു ഇൻസിഡന്റ് നടന്നു എന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെയാണ് അതിനെ പെർസീവ് ചെയ്തത് എന്നനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അത് എഫക്ട് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കള്ളുകുടിയനായിട്ടുള്ള അപ്പന് 2 മക്കള്. അതിൽ ഒരു മകൻ തീരുമാനിക്കുകയാണ് എന്റെ അപ്പൻ വെള്ളം അടിക്കും, ഞാനും അതുപോലെ തന്നെ മദ്യപാനിയാണ്, എന്റെ അപ്പന്റെ അതേ രീതിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരേ മകൻ, വേറൊരു മകൻ ചിന്തിക്കും എന്റെ അപ്പൻ മദ്യപാനം കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ദിനംപ്രതി അനുഭവിച്ചൊരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മദ്യം കൈകൊണ്ട് തൊടില്ല എന്ന്. അപ്പം സെയിം സിറ്റുവേഷൻ, പക്ഷെ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് അവരെ പെർസീവ് ചെയ്യുന്ന ഡിഫറെന്റ് വേയിൽ തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഉണ്ടാവുമ്പം കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെയാന്ന് പറഞ്ഞാലും അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ജനറ്റിക്കലി നമ്മൾ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഇൻബോൺ ട്രേറ്റ്സ് ഉണ്ട്, ഒരു ചായ്വുണ്ട്. അതിന്റെ കൂടെ ഈ പറഞ്ഞ സാഹചര്യങ്ങളും എൻവയോൺമെന്റും ആളുകൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നതും കൂടി ആവുമ്പം ആ ഐഡന്റിറ്റി സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ ഇതും ഒരു ഫാക്ടറാണ്. അപ്പൊ ഈ എൻവയോൺമെന്റ് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ ആൾക്കാരെ ബാധിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറയും ഒരു നല്ല സപ്പോർട്ട് സിസ്റ്റം വേണം നമുക്ക്. അപ്പൊ എങ്ങനെയാണ് ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക? അത് പോസിബിൾ അല്ല സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ചുറ്റുപാടിനെ മാറ്റാൻ പറ്റില്ലല്ലോ. കാരണം നമ്മളിപ്പോ ജനിച്ചു വളരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ പിക്ക് ചെയ്യുന്നതല്ല, നമ്മുടെ റിലീജിയൻ നമ്മൾ പിക്ക് ചെയ്യുന്നതല്ല. നമ്മൾ ജനിക്കുമ്പോൾ ഇതൊക്കെ മുൻകാലേ നമ്മള് ആക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ആളുകളിൽ ഈ ഹൂ ആം ഐ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം ചോദിക്കുന്ന ആളുകളായിരിക്കും ഇപ്പം എന്റെ ഡെസ്റ്റിനി എനിക്ക് തന്നെ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുക. മറ്റുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 കാറ്റഗറി ആളുകളുണ്ട്. ചില ആളുകൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന സാഹചര്യത്തിലാണ് വളർന്നത്, ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്നുള്ളത്. ചില ആളുകൾ പറയും ഞാൻ ഇന്ന സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് ഇങ്ങനെ അല്ല ആവേണ്ടതെന്ന്. അപ്പൊ ഇങ്ങനെ അല്ല ആവേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് അയാളുടെ ലൈഫിനെ റീഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യം അയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം നമുക്ക് എല്ലാവർക്കും പറ്റുമെന്നുള്ള ഒരു ബോധ്യം ആളുകൾക്ക് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ആ ഒരു ബോധ്യം, ഒരു അവയർനെസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ചേഞ്ചസ് പോസിബിൾ ആണല്ലോ. അപ്പൊ പൊതുവേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മള് ഈ തടസ്സം അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് എന്നൊക്കെ പറയുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണ്? പ്രധാനമായിട്ട് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ വിശ്വാസങ്ങളെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ ആക്ഷനെ കൺട്രോൾ ചെയ്യാം, അല്ലെ? അപ്പൊ ഞാൻ എങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ തന്നെ നമ്മളൊന്ന് പഠിക്കണം. ശരിക്കും നമ്മുടെ മനസ്സിന്റെ മാനുവൽ നമ്മൾ പഠിക്കണം. അത് നമ്മളെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും പഠിപ്പിച്ചു തരുന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം. ഈവൻ ഞാനൊരു എഞ്ചിനീയർ ആണ്, ഞാൻ ശരിക്കും സൈക്കോളജി പഠിച്ചെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നേ, എനിക്കെന്താ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ വേദന വരുന്നത്, ഞാൻ എന്തുകൊണ്ട് ആളുകളോട് ഇത്രയും അധികം ഒരു ഓവർഡു ചെയ്യുന്നത് എന്ന് ഞാൻ തന്നെ ശരിക്കും ഒരു ക്യൂരിയോസിറ്റിയാണ് ശരിക്കും എന്നെ സൈക്കോളജിയിലേക്ക് നയിച്ചത്. അപ്പൊ ശരിക്കും എന്റെ പ്രൊഫഷൻ വൈസ് തന്നെ ഞാൻ സ്വിച്ച് ചെയ്ത ആളാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാനൊരു കോളേജിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യായിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എൻറ്റയർലി ഞാൻ ഈ പറഞ്ഞൊരു ക്യൂരിയോസിറ്റിയാണ് ഞാൻ സൈക്കോളജിയിലേക്ക് പഠിക്കാൻ ആരംഭിച്ചത്. ബിക്കോസ് എന്നെ അറിയുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം, എൻ്റെ തോട്ട്സ് എന്താ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇത് ശരിക്കും ആളുകൾ അറിയണം. അപ്പൊ പൊതുവെ ആദ്യം ചോദിച്ച ചോദ്യം പോലെ ഒരു പ്രശ്നം വന്നാൽ മാത്രമല്ല നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടത്. കൂടുതൽ എന്നെ ഒന്ന് എന്റെ അടുത്ത ലെവലിൽ ഒരു ഗ്രോത്തിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ കൂടുതൽ അറിയണമല്ലോ. എന്റെ കൂടുതലുകളെ കുറവുകളെ കുറിച്ചും എനിക്ക് ബോധ്യം ഉണ്ടാവണം. ആ ഒരു ബോധ്യത്തിനും ചിലപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ പോകുമ്പം ഈവൻ നമുക്ക് ലൈഫ് കോച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയാം, മെന്ററിങ്, ഇതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ലൈഫിന് ഒരു ഗുരു ഉണ്ടാവുന്നത് നല്ലതാണ്. മിക്ക ആളുകൾക്കും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ചെറുതായിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമായിരിക്കും, ഇതായിരിക്കും നമ്മളുടെ ചിന്താഗതികളെ മാറ്റുന്നത്. സോ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ലൈഫ് എല്ലാവർക്കും കിട്ടും എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങി, ഈവൻ സൈക്കോളജി ടീച്ച് ചെയ്യാൻ തുടങ്ങിയത്.
Right. കാരണം ഇപ്പൊ എന്നെ തേടി എത്തുന്ന ആളുകൾ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻസിന് മാത്രമല്ല, എന്നെ അപ്രോച്ച് ചെയ്യുന്നത് അവരെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും അവർക്ക് അവരുടെ ലൈഫ് റീഡിസൈൻ ചെയ്യണമെങ്കിലും ഒക്കെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഉടച്ചു വാർക്കണമെങ്കിൽ നമുക്ക് അത് നല്ല രസകരമായി മാം പറഞ്ഞു. കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ബിൽഡ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ആസ് എ പേഴ്സൺ നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോയാൽ ഈ ഞാനായ എനിക്ക് പറ്റില്ല, ആ ഒരു ബോധ്യമുണ്ട്. ഇപ്പൊ ഇവൻ എനിക്കൊരു സ്ട്രഗിൾ വന്നു, ആ സ്ട്രഗിളിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അപ്പടി വീക്ക് ഡൗൺ ആയി പോയി എന്ന് വിചാരിക്കുക. അതിന്റെ മീൻ ഇപ്പോഴത്തെ നിജ പോരാ, അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ നിജ കുറച്ചും കൂടെ ഡെവലപ്പ് ആവാനുണ്ട്. സോ എന്നെ വീണ്ടും ഒന്ന് ഉടച്ചിട്ട് പിന്നെ വാർത്തെടുക്കണം. സോ അതിന് ചിലപ്പോൾ നമുക്ക് ചില മെന്റേഴ്സ് ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. മാമിന്റെ ടേണിംഗ് പോയിന്റ് പറയാമോ? ഷെയർ വിരോധം ഇല്ലെങ്കിൽ. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗുരുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റോബിൻ ശർമ്മ തൊട്ട് പറയേണ്ടി വരും. അപ്പൊ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഒക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുക, ഇങ്ങനെയുള്ള ടോപ്പ് ടോണി റോബിൻസ്, ഇങ്ങനെയുള്ള കുറെ ആളുകളുടെ ക്ലാസ്സസ് ഉണ്ടല്ലോ. അപ്പൊ ഇനിഷ്യലി അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത് ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. പിന്നെ ഞാൻ സൈക്കോളജി പഠിച്ചു, അതായത് അതിൽ ഡിഗ്രി എടുത്തു, എൻ്റെ ഡോക്ടറേറ്റ് എല്ലാം സൈക്കോളജി തന്നെയാണ്. സോ ഡീപ്പായിട്ട് അതിലേക്ക് വന്നു, അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. പക്ഷേ ഈ ഗുരുക്കന്മാരുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ സിനാരിയോയും ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പൊ ഒരു കുടുംബ ജീവിതം നമ്മളാരും പഠിപ്പിച്ചു തരുന്നില്ല, എല്ലാവരും പോയി ജീവിച്ചു പഠിച്ചോ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു സാധനത്തെ കുറിച്ച് ഒന്ന് അവെയർ ആയിട്ടാണ് ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ജീവിതത്തെ ആരും പഠിപ്പിച്ചു തരുന്നില്ല, അത് ജീവിച്ച് പഠിക്കാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലാംഗ്വേജ്, ഇപ്പൊ മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഈ ലാംഗ്വേജ് പോയി സംസാരിച്ച് പഠിക്കാനല്ല പറയുന്നത്, അതിന് ഫൗണ്ടേഷൻ തൊട്ട് നമുക്ക് തരുന്നുണ്ട്. അല്ലെ സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഈ ഒരു ഫൗണ്ടേഷൻ കിട്ടുന്ന ആളുകൾക്ക് പിന്നെ അതിൽ എങ്ങനെ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ജീവിക്കാനും കുറെ സ്കില്ലുകൾ ആവശ്യമില്ലേ. പക്ഷെ ആ സ്കില്ലുകൾ നമുക്ക് എന്തോ ജന്മന തന്നെ കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അത് നമുക്ക് നമ്മളെ ശരിക്കും പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കാൻ പറ്റും. നമ്മുടെ ചിന്തകൾ മാറും, വീക്ഷണങ്ങൾ മാറും. ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇന്ററാക്ട് ചെയ്യുന്ന 10 പേരുടെ ആവറേജ് ആണ് നമ്മൾ എന്നുള്ളൊരു വ്യക്തി. ഇപ്പൊ ദർശനം ഒന്ന് ആലോചിക്കുക, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് എത്ര പേരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് നോർമലി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും. അപ്പൊ ഇവരുടെ എല്ലാ എനർജി ഇവര് പറയുന്ന ആളോ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അത്രയും ആളുകളുടെ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ, ഈവൻ ഒരു മെന്റർ ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി, ഇപ്പൊ എന്റെ ക്ലയൻസ് ഒക്കെ മന്ത്ലി ആയിരിക്കും എന്നെ ചിലപ്പോൾ കാണാൻ വരെ, ചിലർ 2 വീക്സ് കൂടുമ്പോൾ മീറ്റ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. അവർ പറയുന്ന ആ ഒരു 1 അവർ കൊണ്ട് അവർ റീഫ്യൂൽ ചെയ്യാണ്. അപ്പൊ ഈവൻ അവരെ തന്നെ കുറച്ചും കൂടെ അറിയുകയാണ്, അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യേണ്ട ഫാക്ടേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടെ അവെയർ ആവുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അവരുടെ എല്ലാ ഏരിയസിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു അവെയർനെസ്സും ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ ഹീലിംഗ് മെത്തേഡ്സ് ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊരു യൂണീക്കായിട്ട് ചിലപ്പോൾ ഡിഫറെൻറ്റ് തെറാപ്പീസ് ആയിരിക്കും നമ്മൾ ഒരാളിൽ അപ്ലൈ ചെയ്യുക. ഒരു തെറാപ്പി കൊണ്ട് ഒരാളെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാൻ പറ്റില്ല, അയാളുടെ ചില ഏരിയാസ് ആയിരിക്കും അതുകൊണ്ട് ഹീൽ ആവുള്ളൂ. സോ ഞാൻ പറയുന്ന ഒരു കസ്റ്റമൈസേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ 1-on-1 കോച്ചിങ്സ് ആണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. മാമിന്റെ ടേണിംഗ് പോയിന്റ് പറയായിരുന്നു ഇൻ ടേംസ് ഓഫ് എങ്ങനെയാണ് ഒരു ചേഞ്ച് വന്നത്? ഞാനെന്നുള്ള ആസ് എ പേഴ്സൺ ആണ്. ഇപ്പൊ ഞാൻ കുട്ടിക്കാലം തൊട്ട് അത്യാവശ്യം ഡ്രീംസ് ഉള്ള ഒരാളായിരുന്നു. അപ്പൊ എന്റെ പണ്ടത്തെ തൊട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് ഫാമിലിയും എനിക്ക് ഈ വർക്കും നന്നായിട്ട് ഒരുപോലെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പകാലം തൊട്ട് പറ്റാവുന്ന കാര്യങ്ങളിലെല്ലാം ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ഈവൻ പറഞ്ഞ +2 കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ മീഡിയയിലുണ്ടായിരുന്നു, ആങ്കർ ആയിരുന്നു. അതെ, അപ്പോൾ ഞാൻ കുറെ പ്രോഗ്രാംസ്, ഇപ്പം എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ആങ്കറിങ് ചെയ്തത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിക്കാനും ഇഷ്ടമായിരുന്നു, കാരണം ഫാമിലി ലൈഫ് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മളിപ്പം കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് വളരുന്നത്. ഇപ്പം നമ്മൾ കരയാണ്, നമ്മുടെ അമ്മ നമുക്ക് ഭക്ഷണം തരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ കാരണം നല്ല ഫാമിലിയിലാണ് നമ്മൾ ഗ്രോ അപ്പ് ചെയ്യുന്നതെങ്കിൽ, പിന്നെ അതിപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് തന്നെ നമ്മളുടെ മനസ്സിലൊരു ബിലീഫ് സിസ്റ്റം രൂപപ്പെടുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ 100% കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം. നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുമല്ലോ. അപ്പൊ ഈ ഒരു ചിന്താഗതികളുമായിട്ടാണ് നമ്മൾ ലോകത്തേക്ക് ഇറങ്ങി വരുന്നത്. ലോകത്തേക്ക് ഇറങ്ങി ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും വേൾഡ് എന്ന് പറയുന്ന ഡിഫറെന്റ് ഗെയിമാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ഒരു കംഫർട്ട് സാധനമോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നന്നായിട്ട് ഒരാളോട് പെരുമാറിയെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ എന്നോട് തിരിച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്യണമെന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും മാരീഡ് റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് റോൾസ് ആയല്ലോ.
മകള്, സിസ്റ്റർ, അതിൻ്റെ ഒപ്പം വൈഫ്, ഡോട്ടർ ഇൻ ലോ, അതിൻ്റെ കൂടെ നമ്മുടെ കരിയർ, ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റക്ക് ഫീലിംഗ് വരും, ഒരു ഓവർവെൽമിങ് ഫീലിംഗ് വരും. ഇതെങ്ങനെയായി, എൻ്റെ പണ്ടത്തെ ആഗ്രഹം ഇതുണ്ടായിരുന്നു, പക്ഷെ ഇതെങ്ങനെ പോസിബിൾ ആക്കാം? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇതെന്താ ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ട് എവിടെയൊക്കെ എൻ്റെ എനർജി ഡ്രെയിൻ ആവുന്നത്, എൻ്റെ മനസ്സിന് എനിക്ക് പഠിക്കാൻ പറ്റുമോ? കാരണം ഇതെന്തോ ഒരു സാധനമാണല്ലോ, പണ്ട് തൊട്ട് ഈ മനസ്സെന്നുള്ള സാധനത്തെക്കുറിച്ച് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ സൈക്കോളജി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണ്. മേ ബി എൻ്റെ ഈ ജന്മത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ എഞ്ചിനീയറിംഗ് ആയിരിക്കത്തില്ല, എൻ്റെ ഒരു ഹ്യൂമൻ എന്ന് മനസ്സിലാക്കി. പക്ഷെ എനിക്ക് തോന്നിയ ഗോഡായിട്ട് തന്നെ ആ ഒരു പർപ്പസ് തന്ന കൂടുതൽ ഞാൻ എന്നെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഈ ജന്മത്തിന്റെ ഒരു പർപ്പസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് കാലം എടുത്തിട്ടാണ് മനസ്സിലാക്കുന്നത്, ഇത്രയും ഒരു യങ് ഏജിൽ തന്നെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു. ഇപ്പൊ ഞാൻ ഒരുപാട് ആളുകൾക്ക് ഹീലിംഗ് ആണെങ്കിലും ഈവൻ ഇപ്പൊ പറയില്ല, ഒരു ഗുരു പോലെ, ഒരു മെന്റർ പോലെ, അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ ഒരു നേരിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കാരണമാവെങ്കിൽ ആ ഒരു പർപ്പസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അത് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻസ് മാത്രമല്ല, ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാള് വന്നിട്ട് എനിക്ക് എന്നെ കൂടുതലൊന്നും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അയാളെ പഠിക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെന്റർ. അപ്പൊ അതിൻ്റെ അകത്തൊരു ജഡ്ജ്മെന്റ്സ് ഇല്ല, ഒന്നുമില്ല. അവർക്ക് അവരായിട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. അത് വെച്ച് നമ്മൾ അവരെ മാർക്കിടുന്നില്ല. നമ്മുടെ മനസ്സിൽ എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഒരേ സ്ഥാനമുള്ളൂ. അപ്പൊ ഈവൻ എൻ്റെ മൈൻഡിലൊക്കെ ആണെങ്കിലും അതൊക്കെ ഈ പറഞ്ഞ ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ ഉരുത്തിരിഞ്ഞ് വരികയല്ലേ. പക്ഷെ ഒത്തിരി നാളത്തെ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ഉണ്ട്. ഒത്തിരി ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് നമ്മുടെ നോളജിനെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും. അതെ, ഇപ്പൊ ഇവൻ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബുക്ക് വരെ പുനർജനനി എന്ന് പറയുന്നത് വിമന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആ ബുക്ക് അങ്ങനെ എഴുതാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിലൊരു ഒരു എന്താ പറയാ, ഒരു സ്ത്രീക്ക് ഈ വർക്കും ലൈഫും കൊണ്ടുപോകാന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താ, ഇപ്പോഴത്തെ സൊസൈറ്റി പറയുന്നത് വെച്ചാൽ പറ്റില്ലെങ്കിൽ വിട്ടേരെ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമ്മുടെ റൈറ്റ് സംഭവമല്ല, അതിൽ നിന്ന് പുറത്തു വരണം എന്നാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർക്ക് ആർക്കും അവരുടെ ലൈഫിലെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റില്ല. കാരണം ഏതൊരു വ്യക്തിയുടെ ലൈഫ് എടുത്താലും അയാൾക്ക് അയാളുടേതായിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ചില കാര്യങ്ങൾ നല്ലതായിരിക്കും, ചില കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റി നമ്മൾ സ്വതന്ത്രമായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ അതും ബോറടിക്കും നമുക്ക്. അപ്പൊ എവിടെയാ മനുഷ്യൻ മാറി ചിന്തിക്കണ്ടേ? ഇപ്പൊ ഞാൻ പറയണ വിവാഹം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്, ആർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ ആ ട്രെൻഡ് മാറി. ഇപ്പൊ അതിന്റെ ആവശ്യം എന്താന്നാ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഒക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുടുംബം എന്നുള്ള ആ ഒരു സാധനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് കുടുംബം ഇല്ലാതെ വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും അവനവന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിച്ച് ഈ ലോകം നിലനിൽക്കോ? ഇല്ല. ഒരു കമ്പനി നന്നായിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് അതിന്റെ റൂൾസ് ആൻഡ് പോളിസീസ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യണം. അതുപോലെ ഒരു കുടുംബം നന്നായിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കമ്പനി റൺ ചെയ്യുന്നേക്കാളും ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ഒരു നോട്ടം പോലും നമ്മുടെ ഒരു ഡേനെ ബാധിക്കും. അപ്പൊ അവിടെ നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് നിന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫും ഇതും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് എല്ലാ ഡിഫറെന്റ് പീപ്പിൾ നമുക്ക് ഡിഫറെന്റ് എനർജി തരുള്ളൂ. അത് നമ്മൾ എങ്ങോട്ട് ഓടി ഒളിച്ചാലും നമ്മൾ ഇത് ഫേസ് ചെയ്യണം. കാരണം വേൾഡ് അങ്ങനെയാണ്. കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല, നമുക്ക് നല്ല ലൈഫ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആവണം. ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്കില്ലുകൾ പഠിച്ചെടുക്കണം, അല്ലെ? അതിലൊന്നാണ് ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കപ്പെടണം, അതിനെയാണല്ലോ പ്രശ്നം എന്ന് പറയാ. പരിഹരിക്കാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിന്റെ പാകത്തിന് നമ്മളെ എങ്ങനെ, ഇപ്പൊ ഈ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാലും ഇത് കുറെ നാളെടുത്ത്, ഇപ്പൊ ഇവൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ജേർണി ആയിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ ബുക്ക് തന്നെയാണെങ്കിലും എഴുതിയതിന്റെ ഒരു കാരണം കുറച്ചു പേർക്കെങ്കിലും ആ ഒരു ഇൻസൈറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഒരു ഓർഡിനറി വിമൻ ആയിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഗോഡസ് ആവണം, ഒരു ഗോഡസ് എനർജി വേണം. ഈ പുനർജനനി എന്ന് പറയുന്നത് ഒരു റീബർത്ത് ആണ്. റീബർത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ റീബർത്ത് അല്ല, നമ്മുടെ ഒരു ഓൺ പവറിലേക്കുള്ള നമ്മുടെ റീബർത്ത് ആണ്. അതായത് സ്വന്തം ആത്മശക്തിയിലേക്ക് ഒരു കണക്റ്റഡ് ആവുന്ന അവസ്ഥയാണത്. അപ്പൊ ഒരു സ്ത്രീ ഗോഡസ് ആണെങ്കിൽ അവൾ നോക്കിക്കാണുന്ന എനർജി എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. വീട്ടിലുള്ള കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും, അവൾ വർക്ക് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് പഠിപ്പിച്ചു തരുന്നത് വിവിധ മതങ്ങളിൽ നിന്നുള്ള ദേവിമാരാണ് ഈ പുസ്തകത്തില്. ഐ മീൻ ഇന്നർ ക്വാളിറ്റീസ് ആണ്. ഓരോ ദേവി എന്ന് പറയുന്ന ആ ദേവി നമുക്ക് വേണ്ട ഇന്നർ ക്വാളിറ്റിയാണ്. ഇപ്പൊ ദുർഗ കറേജ് ആണ് ക്വാളിറ്റി, കറേജ് വേണ്ടേ ജീവിക്കാൻ. ഇപ്പം ലക്ഷ്മി ദേവി അബണ്ടൻസ് ആണ്.
ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്വാനിൻ കമ്പാഷൻ ആണ്, അങ്ങനെ അത് ബുദ്ധിസ്റ്റ് ദേവിയാണ്. അങ്ങനെ പറയുമ്പോൾ പല മതങ്ങൾ, ഇപ്പൊ മാതാവിൽ നിന്ന് എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ ദൈവത്തിലുള്ള അചഞ്ചലമായ ഒരു വിശ്വാസമാണ്, ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളതാണ്. അതായത് കന്യകയായിരിക്കുമ്പോഴേ നീ ഗർഭിണിയാന്ന് പറയുമ്പോഴത്തേക്കും എന്താ പണിയാ കാണിച്ചത്, ഞാൻ എത്ര നല്ല സ്ത്രീ ആയിട്ടാ ജീവിച്ചതെന്നൊന്നും പറയുന്നില്ല, അത് സ്വീകരിക്കുകയാണ്. ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് ചില പരീക്ഷണങ്ങളും ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷെ ആ ദൈവത്തിലുള്ള ആ ഒരു ട്രസ്റ്റ് ദ ഗോഡ്, അല്ലെങ്കിൽ ആ പ്രോസസ്, മേ ബി ഗോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയാം, എന്തെങ്കിലും സംതിങ് പറയാം, എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കാം. പക്ഷെ മാതാവ് എന്നുള്ള മദർ മേരി നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു സംഭവം അതല്ലേ. അങ്ങനെ ഓരോ ഗോഡസസും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും ഇന്നർ ക്വാളിറ്റീസ് ഒരു സ്ത്രീയിൽ ഉണ്ടായാൽ അവൾ ഒരു ദേവിയായി മാറും. അതാണ് പുനർജനനി. അത് വളരെ ഷോർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ട്രാവലിൽ വായിക്കാവുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അതിന് ഒത്തിരി ഡെപ്ത് ഉണ്ട്, പക്ഷെ അത്രയും ഡെപ്തിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. മാം സജസ്റ്റ് ചെയ്യുന്ന സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്തൊക്കെയാന്ന് പറയാമോ? പുനർജനനിയിലും എഴുതിയിട്ടുണ്ടാവും അല്ലേ? സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അവയർനെസ് ആണ് മെയിൻ കാര്യം. ഇപ്പൊ ഒരാളുടെ പ്രസൻസ് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾ നൽകുന്ന എനർജി നമ്മളെ മോശമായിട്ടായിരിക്കുമല്ലോ ബാധിക്കുന്നത്, നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. അപ്പൊ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട്. ചിലപ്പോൾ ഇപ്പൊ നമ്മളെ കാണുമ്പോൾ ഒരാൾ പറയുന്ന ഒരു വാക്ക്, നമ്മള് ആ ഒരു വാക്ക് മതി ചിലപ്പോൾ അത്രയും നേരം നമ്മൾ വന്ന നല്ല ഊർജ്ജത്തെ നമുക്ക് പോകാനായിട്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു അവയർനെസ്, എവിടെയാണ് എന്താണ് എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്, ആ ഒരു അവയർനെസ് തന്നെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ്. ദെൻ അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ നെയിം ദ ഇമോഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എനിക്കതൊരു സുഖം തോന്നുന്നില്ല, എനിക്കൊരു എനർജി ഇല്ല, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്താണ് റൈറ്റ് ആയിട്ടുള്ള നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണമല്ലോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാം പേഴ്സണലി എടുക്കാതിരിക്കുക. കാരണം ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എന്നെക്കാളും പവർ കുറഞ്ഞ ഒരാളെ ഇപ്പുറം ഉള്ളെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ സ്ട്രെസ് പാസ് ചെയ്യും. അതായത് ഇപ്പൊ എന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ട് വന്നിരിക്കുകയാണ്, അപ്പൊ ചിലപ്പോൾ എന്റെ മക്കള് ഇവിടെ ടോയ്സോ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കും. ഞാൻ ഇതാരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണമെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ആ ഗ്ലാസ് അവിടെ വെച്ചേക്കുന്നതിന് എനിക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതായിരിക്കും, പക്ഷെ എന്നിലുള്ള സ്ട്രെസ് ഞാൻ പാസ് ചെയ്യുന്നതാണ്. അപ്പൊ തന്നെ നമ്മൾക്കിപ്പോ ഒരാൾ നമ്മളോട് പറയുന്ന സജഷൻസ് പോലും ഇപ്പൊ അത് പേഴ്സണലി നമ്മൾ എടുക്കാതിരിക്കുക. ബിക്കോസ് എല്ലാവരും ഈ നെഗറ്റീവ് ഊർജ്ജം പാസ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊരു സ്ട്രെസ് കിട്ടിയത് അതിന്റെ അപ്പുറത്തുള്ളവരിലേക്ക് ഞാൻ പാസ് ചെയ്യും. അതിപ്പോ ഈ കമ്പനീസിലൊക്കെ IT വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഹൈറാർക്കിയില് മുകളിലുള്ള ഒരാൾക്ക് അത് താഴേക്ക് പാസ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ഒരു കുറവുകൊണ്ട് തന്നെയല്ല, പലപ്പോഴും ഇതൊരു എക്സ്പ്രഷനാണ്, അവരുടെ ഇമോഷൻസിന്റെ ഒരു എക്സ്പ്രഷനാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഈ നെഗറ്റീവ് എങ്ങനെയാ പോസിറ്റീവ് ആക്കുക, ഈ കിട്ടുന്ന നെഗറ്റീവ്? ഇപ്പൊ നമുക്ക് അപ്പൊ ഈ പറഞ്ഞതിലാണ് ഇവിടെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നോ യുവർ ഇമോഷൻസിന് അല്ല ഹൗ ടു ഹാൻഡിൽ എന്നുള്ളത്, നമ്മളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാന്നുള്ളത്. അതും ഡിഫറെന്റ് ലെവലിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ പറയാം ഒരാളിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്നതെന്ന് വിചാരിക്കുക, അവിടെ ബൗണ്ടറി വെക്കാൻ നമ്മൾ പഠിക്കണമല്ലോ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മേ ബി ഇപ്പൊ അവരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഇത് കുറയ്ക്കേണ്ട വരുമായിരിക്കും, അല്ലെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കേണ്ട വരുമായിരിക്കും. അതെ, അത് ഭയങ്കര ഒരു നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് നോ പറയാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അവര് പറയാന്ന് വെച്ചാൽ അവര് ചിന്തിക്കുക, ഞാനൊരു നോ പറഞ്ഞാൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ 100% കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ചുറ്റും നന്നായിരിക്കും എന്നാണ് വിശ്വസിക്കുക. പക്ഷെ നമ്മൾ എത്ര 100% കൊടുത്താലും ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ ഇല്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ മാത്രമാണ് ഇതാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ നമുക്ക് റെഡിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ബൗണ്ടറീസ് വെക്കാൻ പറ്റും. അവരുമായിട്ടുള്ള ഇപ്പം എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അവിടെ ഇന്ററാക്ഷൻസ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എവിടെയാണോ സ്ട്രെസ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ് നമ്മളിലേക്ക് വരുന്നതിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കവചം ധരിക്കുക എന്ന് പറയില്ലേ, എന്ന് പറയുന്നത് പോലെ നമുക്കതിനെ ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രീത്തിങ് ടെക്നിക്സ് എല്ലാവർക്കും ചിലപ്പോൾ ബ്രീത്തിങ് പറ്റിയെന്ന് വരില്ല, പക്ഷെ ബ്രീത്തിങ് നല്ല ടെക്നിക്കാണ്. കാരണം നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഇപ്പൊ ഒരു സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ഇങ്ങനെ ഒത്തിരി ഡിഫറൻസ് നമ്മുടെ ബോഡിയിൽ കാണിക്കും. ബോഡി കെമിസ്ട്രി ചേഞ്ച് ആവും. നമ്മുടെ മൈൻഡിന് എന്തെങ്കിലും പറ്റിയ ബോഡിക്ക് എന്തെങ്കിലും വന്നാൽ മൈൻഡിനെ എഫക്ട് ചെയ്യുമല്ലോ.
അപ്പൊ തന്നെ നമ്മളിപ്പോ ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക, നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ ജേർണൽ ചെയ്യുക. ജേർണലിംഗ് അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് പേപ്പറിലേക്ക് എഴുതുക. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇപ്പൊ ജേർണലിംഗ് ചെയ്യുമ്പോൾ അവർ ചിലപ്പം മെസ്സേജ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. ഒരു ഡേ പറയും, പിന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. ഇപ്പൊ ജേർണൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ജേർണൽ ചെയ്യാം, ചിലർക്ക് എഴുതാൻ മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇവൻ നമ്മളൊന്ന് സംസാരിച്ച് തന്നെ, ഇപ്പൊ ഇവൻ നമ്മളോട് തന്നെയാണെങ്കിൽ സംസാരിച്ച് തന്നെ പോയാൽ പോലും, പക്ഷെ എഴുതുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ ആ ഇമോഷൻസ് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ കണക്ഷൻ ടു, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഗോഡ്, അതായത് അത് നമുക്ക് വലിയൊരു ആശ്വാസം തരും. ഇപ്പൊ പണ്ട് അതുകൊണ്ടാണല്ലോ നമ്മള് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ലൈഫിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളോട് ഷെയർ ചെയ്യാം. ഈവൻ നമുക്കിപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഷെയർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒത്തിരി നമ്മൾ അങ്ങോട്ട് ഇതിനെ ഇങ്ങനെ മാക്സിമം എത്രത്തോളം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവൽ വരെ നോക്കാതെ ഉള്ളതിനെ ഒന്ന് ക്ലെൻസ് ഔട്ട് ചെയ്ത് പോകുന്നു ഒത്തിരി നല്ലതായിരിക്കും. ഞാൻ പറയും മെന്റൽ ക്ലെൻസിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബോഡി കുളിക്കുന്നത് പോലെ തന്നെ മനസ്സിനെ നമ്മൾ ക്ലെൻസ് ചെയ്യണം. കാരണം ഒരു ദിവസം നമ്മൾ എത്ര നല്ല സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിലും നമുക്ക് സ്ട്രെസ്സസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്ലെൻസിങ് ഡേ ടു ഡേ നമ്മുടെ ലൈഫിൽ നമ്മൾ ആ ഒരു ക്ലെൻസിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒരുപാട് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക് ആണോ? അതെ, തീർച്ചയായിട്ടും. മൈൻഡ്ഫുൾനെസ് ഈ പ്രസന്റ് സിറ്റുവേഷനിലോട്ട് വരിക എന്നുള്ളതാണല്ലോ. അപ്പൊ ബീങ് പ്രസന്റ് ആയിരിക്കുക. ഇപ്പൊ ഈവൻ ഒത്തിരി സ്ട്രെസ്, ഇപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് ഇപ്പൊ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരവും മനസ്സും ഊർജവും ഒരേ സ്ഥലത്താണെങ്കിലാണല്ലോ. ഇപ്പൊ മിക്കപ്പോഴും നമ്മളിപ്പോ എന്തൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ ഉണ്ടാവില്ല. നമ്മൾ മൈൻഡിലായിരിക്കും പല തോട്ട്സും സ്ട്രെസ്സും ഒക്കെ. ചിലപ്പോൾ നമ്മൾ പാത്രം കഴുകുമായിരിക്കും, പക്ഷെ നമ്മുടെ തോട്ട്സ് വേറെ പലതും ആയിരിക്കും. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നും വേണ്ട. ഇപ്പൊ ആ പാത്രം കഴുകുന്നതിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവന്നാൽ പോലും അത് മൈൻഡ്ഫുൾനെസ് ആണ്. ഈവൻ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗ്ലാസ് കഴുകാന്ന് വിചാരിക്കാം, ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത്, നമ്മളത് ക്ലീൻ ആവുന്നത്, ഗ്ലാസ്സിലുള്ള അഴുക്ക് മാറിയത് ഭംഗിയായി വരുന്നത്, അത് തന്നെ ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താണോ നമ്മുടെ മുന്നിലുള്ളത് അങ്ങോട്ട് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഇപ്പൊ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന 5 കാര്യങ്ങൾ എന്തെല്ലാം എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആ ചിന്തിച്ച തോട്ടിൽ നിന്ന് നമ്മളിവിടെ എത്തി. കേൾക്കുന്ന 3 ശബ്ദം എന്തെല്ലാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തോട്ട് മാറി. അപ്പൊ പ്രസന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അത് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതൊരു താൽക്കാലികമായ ഒരു എസ്കേപ്പ് മാത്രമല്ലേ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ സ്ട്രെസ്സിലേക്ക് പോവില്ലേ? അത് പോവാതിരിക്കണമെങ്കിൽ ബീങ് പ്രസന്റ് എന്നല്ല. ഇപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാൽ പാസ്റ്റ് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞു പോയ സാധനമാണ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് വരാനുള്ളതുമാണ്. അപ്പൊ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഓർത്തിട്ട് അതിനെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ ഡിപ്രസ്ഡ് ഫീലിംഗ് ആയാലും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻഷ്യസ് ആണെങ്കിലും അത് നാളത്തെ ആ ദിവസം നമ്മൾ അനുഭവിക്കേണ്ട സാധനം തന്നെയാണ് വന്നാൽ. അപ്പൊ ഇന്നത്തെ ആകുലതകൾ പോരെ നമുക്ക് ഇന്ന്. അതാണ് ജീവിതം എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ ജീവിച്ചെങ്കിൽ മാത്രമാണ് എനിക്ക് ഇന്നത്തെ ദിവസം ജീവിതമുള്ളൂ. അപ്പൊ ഈ ഒരു ദിവസം, ഈ ഒരു മൊമെന്റ്, ഇത് മാത്രം നമുക്ക്, ഇപ്പൊ ഞാൻ വന്ന സമയം ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു മൊമെന്റ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ ആ മൊമെന്റ് നമ്മുടെ ഒരു 100% കൊടുത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ ഈ മൈൻഡ് എന്ന് പറഞ്ഞ സംഭവത്തിന്റെ പരിപാടി എന്ന് വെച്ചാൽ അതിങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെ പിടിച്ച് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ബോധം വരികയാണ്, ബീങ് പ്രസന്റ്, അല്ലെങ്കിൽ ഇപ്പൊ അതാണ് ശരി, അത് മാത്രമാണ് സത്യം, ബാക്കി ഒന്നും നമ്മുടെ കയ്യിലുള്ളതല്ല എന്നുള്ള ഒരു ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ബൈ പ്രാക്ടീസ് ആട്ടോ. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യില്ലേ, ബോഡി വർക്കൗട്ട് ചെയ്യില്ലേ, അതിനേക്കാളും ഇരട്ടി ബുദ്ധിമുട്ടാണ് മെന്റൽ വർക്കൗട്ട്. കാരണം ഇപ്പോ മെന്റലി നമ്മളൊരു സാധനത്തെ നമ്മൾ ഇതുവരെ പോയ പാത്തിൽ നിന്ന് തിരിച്ച് മാറ്റി ചിന്തിപ്പിക്കാൻ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി എഫേർട്ട് വേണം. അതായത് നമ്മുടെ കംഫർട്ട് സോൺ ഒക്കെ ബീറ്റ് ചെയ്ത് പുറത്തു വരിക തന്നെ വേണം. പക്ഷെ ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടും. എന്ത് സാധനവും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എഫേർട്ട് വേണമല്ലോ. അതുപോലെ തന്നെ മനസ്സിനെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കാൻ പറ്റില്ല, കാരണം അത് ഇതുവരെ ചിന്തിച്ച് പരിശീലിച്ച് വന്നൊരു രീതിയുണ്ട്. ആ രീതി തന്നെ വെച്ചിട്ടാണ് അത്. ഇനി ഈവൻ നമ്മളിപ്പോ മുടി ഒന്ന് ഒതുക്കുന്നതിൽ ഇപ്പൊ ചിലപ്പോൾ ഈ കൈ കൊണ്ട് മുടി ബ്രഷ് ചെയ്യുന്നത് ഈ കൈ കൊണ്ടായിരിക്കും, നാളെ ഈ കൈ കൊണ്ട് ബ്രഷ് ചെയ്യാൻ പറയുമ്പോൾ ചെറിയൊരു അൺകംഫർട്ടബിൾ ഫീൽ വരുമല്ലോ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പോലും അറിയാത്ത ഓരോ ന്യൂറൽ പാത്ത് വേസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാവുക എന്ന് വെച്ചാൽ നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവും.
ഇത്രയും നാള് നെഗറ്റീവ് തന്നെ പറഞ്ഞിട്ട് ഇന്നോട്ട് പോസിറ്റീവ് പറയണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പൊ അത് പക്ഷെ നമുക്ക് ആദ്യം അവയർനെസ് കൊടുത്ത് അത് ഇങ്ങനെ തന്നെയാണ് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ സാധനം ഒന്നും കിട്ടില്ല. ചിലർ പറയും മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണോ എന്ന്. പക്ഷെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഒറ്റയടിക്ക് കണ്ണടിച്ചിരിക്കുമ്പോഴേ നമ്മൾ അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പീസിലേക്ക് നമ്മൾ കണ്ണടിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് വരും. അതൊക്കെയാണ് ഇനിഷ്യൽ പീരീഡ്. പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് വരിക. ഇപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഒരു ആസ് എ വൈഫ് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് കർമ്മമണ്ഡലത്തിലാണ് ഉള്ളത് അതിൽ ബീങ് പ്രസന്റ്ഫുൾ ആയിട്ടിരിക്കുക. അതായത് ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ആണെങ്കിൽ നമ്മൾ 100% അത് അവർക്ക് കൊടുക്കുക. നമ്മൾ പഠിക്കുകയാണെങ്കിൽ 100% അവിടെ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലൈഫിനാണെങ്കിലാണ് ഈ ഒരു ബാലൻസിങ് പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ വർക്ക് ചെയ്യാനുണ്ടെന്ന് പറയോ. അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു 24 മണിക്കൂറിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യണമെന്ന് പോലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഡേനെ അത് നമ്മൾ പഠിച്ചു തന്നെ എടുക്കണം, അല്ലാതെ ആർക്കും ഇങ്ങനെ ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല ഇത്. എങ്ങനെ ചിന്തിക്കണം എന്ന് പോലും നമ്മൾ പഠിക്കണം എന്നാ ഞാൻ പറയാ. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് തോട്ടാണ്. അപ്പൊ മാം, ഈ ബേൺ ഔട്ട് ആയ ആൾക്കാരോട് എസ്പെഷ്യലി വിമൻ എത്ര നേരം മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും പ്രാക്ടീസ് ചെയ്യണം ഒരു ദിവസം എന്നാണ് സജസ്റ്റ് ചെയ്യുക? ഈ ബേൺ ഔട്ട് ആവുക എന്ന് വെച്ചാൽ ഇനി അവർക്ക് എനർജി ഇല്ല, ആ ഒരു ലാസ്റ്റ് സംഭവമാണ്. ആ സമയത്ത് അവര് എല്ലാത്തിനും വിട്ടിട്ട് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പൊ മെഡിറ്റേഷൻ ആണെങ്കിലും അഫർമേഷൻസ് ആണെങ്കിലും ഒരു ബേൺ ഔട്ട് കണ്ടീഷനിൽ ഇതൊക്കെ അവർക്ക് ഓവർ സ്ട്രെസ്സേ കൊടുക്കുകയുള്ളൂ. ചില ക്ലയൻസ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ അന്ന് പറഞ്ഞ പ്രാക്ടീസ് മോർണിംഗ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ പ്രാക്ടീസ് എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാനല്ലേ. അപ്പൊ അത് ചെയ്തില്ല എന്നും കൂടെ ഓർത്ത് നിങ്ങൾ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമുണ്ട്, ഡബിൾ ആവും. അപ്പൊ ആ സമയത്ത് നമ്മൾ പോയിട്ട് കുറെ അഫർമേഷൻസും ഇതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, കാമായിട്ടിരിക്കുക, ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഞാൻ പറയും സ്പിരിച്വൽ അനിമൽ എന്ന് പറഞ്ഞാൽ ടോർട്ടോയ്സ് പോലെയാണ്. ടോർട്ടോയ്സ് മൂവ് ചെയ്യുന്നൊന്നും നമുക്ക് തോന്നില്ല, അതിന്റെ മൂവ്മെന്റ് ഒക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും, പക്ഷെ അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ട്, വിന്നർ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ മതി, ഒരുപാട് റഷ് ചെയ്യേണ്ട ലൈഫില്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുന്നു, ഇങ്ങനെ സ്പീഡിൽ കഴിച്ചു, വേഗം പാക്ക് ചെയ്തു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു നോക്ക്. കഴിക്കുമ്പോ അതൊന്ന് ആസ്വദിച്ച് കഴിക്കുക, അതൊരു മൈൻഡ്ഫുൾനെസ്സാ. ഭക്ഷണം ആദ്യം ഒന്ന് കാണുക, അതിന്റെ സ്മെല്ലൊന്ന് മണക്കുക, പതുക്കെ ഓരോന്ന് ചൂ ചെയ്ത് കഴിക്കുക, അതൊരു മൈൻഡ്ഫുൾനെസ്സാ. അപ്പൊ ഈ പറഞ്ഞൊരു സ്ലോ ഡൗൺ ചെയ്യാന്ന് മാത്രം ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ഉറങ്ങണോ, കിടന്നൊന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള മൂവി കാണണോ കാണുക, ഒരു പാട്ട് കേൾക്കണോ കേൾക്കുക. ഈ ഓടി ഓടി പോയിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അറ്റ്ലാസ്റ്റ് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 6 അടി മണ്ണേ ഉള്ളൂ, അതും ഇല്ല, പിന്നെ അത് പുഴുവും തിന്ന് പോവും, അല്ലെങ്കിൽ നമ്മള് ചെയ്ത ഒരു ഭസ്മം, അത്രേ ഉള്ളൂ നമ്മള്. പിന്നെ എന്തിനാ നമ്മൾ ഈ ഓടുന്നേ? ഒരുപാട് ഓടണ്ട, പക്ഷെ നമ്മുടെ ഒരു ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യുക, വിത്തൗട്ട് നമ്മളെ നശിപ്പിച്ച് കളയാതെ, ഓവർ സ്ട്രെയിൻ കൊടുക്കാതെ ഒരു ബാലൻസിങ്ങില് സന്തോഷമായിട്ട് ചെയ്തു പോവുക. പക്ഷെ ഈ പറഞ്ഞ പോലെ അനാവശ്യ ചിന്തകള്, പല കാര്യങ്ങൾ ചെയ്തില്ലല്ലോ എന്നുള്ള തോട്ട്സ് ആണ് നമ്മുടെ ദിവസത്തെ ഏറ്റവും കൂടുതൽ സമയത്തെ അപഹരിക്കുന്നത്. നേരെ മറിച്ച് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയല്ലോ. പക്ഷെ ഡോക്ടർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അതായത് യു ആർ വെരി പോസിറ്റീവ് ആൻഡ് യു ആർ ഇൻ എ ഗുഡ് സ്റ്റേറ്റ് അല്ലേ, പക്ഷെ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു പേഷ്യന്റിന് അങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പൊ അവരെ ആ ഒരു രീതിയിലേക്ക് മാം എന്താണ് സജസ്റ്റ് ചെയ്യുക? ഒരു ഡിപ്രഷന് എന്താണ് ഒരു ട്രീറ്റ്മെന്റ് ടെക്നിക്സ് ഒക്കെ എങ്ങനെയായിരിക്കും? അല്ല, ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ അവരുടെ ജീവിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ചിലപ്പോൾ ഒരു ട്രോമയായിരിക്കാം, ചിലപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ മൈൻഡിന് ആ ഒരു കണ്ടീഷനെ. അപ്പൊ അതിന് ഹീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ആ അക്സെപ്റ്റൻസിലോട്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുക. അപ്പൊ ഇപ്പൊ ഈ സമയത്ത് വെച്ചാൽ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സ്ലോ പ്രോസസ് ആയിരിക്കും, പക്ഷെ അതങ്ങ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മെത്തേഡ്സിലൂടെ, പിന്നെ ഈ റിജുവിനേഷൻ മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജേർണലിംഗ് ആയിക്കോട്ടെ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആയിക്കോട്ടെ, നമുക്കായിട്ടുള്ള ഒരു മീ ടൈം ആയിക്കോട്ടെ. ഇനിഷ്യൽ പീരീഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്പി പ്ലസ് നമുക്ക് മെഡിസിൻ വേണ്ടവരാണെങ്കിൽ മെഡിസിനും എടുക്കേണ്ടി വരും. അപ്പൊ അവർക്കൊരു ഡേ ടു ഡേ ലൈഫിലൊന്നും മൂവ് ചെയ്യാൻ പോലുള്ള എനർജി ഉണ്ടാവില്ല. അവരോട് ഇത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലായിരിക്കും, പക്ഷെ അവരെ നമ്മൾ തെറാപ്പി വഴി ഒരു നോർമൽ സ്റ്റേറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ഗ്രാജുവൽ പ്രോസസ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ആ അവസ്ഥയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് പുറത്ത് വരണമെന്നുള്ളൊരു ആഗ്രഹം ജനിപ്പിക്കുക. അല്ല, ഇപ്പൊ ഒരു അഡിക്ഷൻ തന്നെയാണെങ്കിലും അതിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളൊരു ആഗ്രഹം ജനിപ്പിക്കലാണ് ഏറ്റവും പാട്.
ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അവരായിട്ട് അത് ആഗ്രഹിക്കും പുറത്ത് വരണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റെപ്സ് തുടങ്ങുള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണത്.